ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഉദയനുരമ്മയുടെ നിമിത്തമെന്നോണം പാർവതി ശേഖരനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. പാർവതി ആരാണെന്ന് മനസ്സിലാക്കിയ ശേഷം ശേഖരൻ പറയുകയാണ്, ഇവള് എനിക്ക് തേരാളിയായി എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും. എങ്കിലേ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പത്തിൽ സാധ്യമാകൂ. പ്രഭാവതിയുടെ തകർച്ച, അവളുടെ സാമ്രാജ്യത്തിന്റെ അടിത്തറ എനിക്ക് ഇളക്കണം. അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. അതെന്താണെങ്കിലും ഞാൻ നടത്തിയിരിക്കുമെന്നും ശേഖരൻ മനസ്സിൽ പറയുമ്പോൾ പാറു ശേഖരനെ ഗായത്രി വില്ലയിലേക്ക് വിളിക്കുകയാണ്. മുത്തശ്ശനെ ഞാൻ നോക്കിക്കോളാം, ഒരു കുറവും വരുത്താതെ ഞാൻ നല്ലപോലെ നോക്കിക്കോളാം. മുത്തശ്ശൻ എൻ്റെ ഒപ്പം വരാനായി പാർവതി പറയുമ്പോൾ വേണ്ട മോളെ, അതൊന്നും ശരിയാകില്ലെന്ന് ശേഖരൻ പറയുന്നു. അതൊന്നും കുഴപ്പമില്ല, എൻ്റെ ഭർത്താവേ ഒരു നല്ലവനാണ്, ഒന്നും പറയില്ലെന്ന് പാറു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. സുശീലയും പ്രതാപനും കൂടി പാർവതിയുടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒരു ഓട്ടോയില് പാറുവും ശേഖരനും അങ്ങോട്ടേക്ക് വരുന്നു. പാറു ശേഖരനെയും കൊണ്ട് നേരെ അകത്തേക്ക് കയറുമ്പോ സുശീല ചോദിക്കുകയാണ്, അല്ല നിന്നെ എവിടെ പോകുന്നു രണ്ടാളും കൂടി? ഇതാരാ? അത് പിന്നെ വയ്യാത്തൊരു മുത്തശ്ശനാണെന്ന് പാറു പറയുമ്പോ സുശീല പറയുകയാണ്, കണ്ണി കാണുന്നവരെയൊക്കെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരുന്നത്? ഏതാ ഈ കണ്ണുപൊട്ടനെന്ന് സുശീല ചോദിക്കുമ്പോ വിഷമത്തോടെ ശേഖരനെ നോക്കുകയാണ് പാറു. ഇതോടുകൂടി പ്രൊമോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.